എന്റെ റബ്ബിന് വലിയ മൊയ്തീൻ ശേഖരനെ കുറ്റം പറയുമ്പോഴത്തേന് ചൂടാണെന്തിനാ? ചൂടാവിടൂ. എന്തുകൊണ്ട്? അതിന്റെ റബ്ബിന്റെ മേലെ കെട്ടിയ ആളാണ്, അപ്പൊ എനിക്ക് വിടും. തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ശേഖരനെ കുറ്റം അണ്ണിലെ പള്ളി നടക്കും. എന്ത്? അതിന്റെ റബ്ബിന് വലിയാണോ? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച അതിന്റെ റബ്ബിന്റെ റസൂലാണോ? നിനക്കെല്ലാണ്, നിനക്കൊന്നുമല്ല. തിരിഞ്ഞില്ല, നിനക്കെല്ലാമാണ് വരി, എന്നാ നിനക്ക് വരി ഒന്നുമല്ല, നിനക്ക് വരി എല്ലാം. കാരണം ഇതിന്റെ ഇടയിൽ ആരുണ്ടെങ്കിൽ മാത്രം അല്ലാഹ്. എനിക്ക് മമ്പറത്തെ തങ്ങൾ പറഞ്ഞ പേടിയാ. കാരണം വലിയ പിന്നെ ഔലിയ ഇല്ല, അപ്പൊ പേടിയാണ്. നിനക്ക് സി എമ്മിനെ പേടിയാണ്. ഈ സി എമ്മിനല്ലേ പേടിക്കുന്നത്? മടവൂര് അങ്ങനെ എത്ര ആളുണ്ടായി. ഈ പേടിക്കുന്നത് ആരെയാണ്? അള്ളാന്റെ വലിയനാണ്. അപ്പൊ എനിക്ക് പേടിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ നിനക്കുണ്ട്. അവിടെ നിന്ന് ഈ പ്രശ്നം കളിച്ച് അള്ളാനെ സൂക്ഷിച്ചാൽ മതി. അവരൊക്കെ ലൈൻമാൻമാരാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ലൈൻമാൻമാരാ. അതിന് മുമ്പ് ഇയ്യാക നഅ്ബുദുണ്ട്, പിന്നെ ലൈൻമാൻമാർ വിട്ടതാ. എന്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് ആരുടെ ചങ്ങായി? അത് ലൈൻമാൻമാരാ ചങ്ങായി. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്കേ ആരാധിക്കണുള്ളൂ, അല്ലാതെ അല്ലദീന അൻഅംത അലൈഹിം എന്ന കൂട്ടർക്ക് ഞങ്ങൾ ആരാധിക്കില്ല. ഞങ്ങൾ ലൈൻമാൻമാരല്ലേ, ഞങ്ങളെ കണക്ഷൻ ശരിയാക്കി തരും. ആര്? അല്ലദീന. ഒരാൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ ആരും മതി. അള്ളാഹു തീരുമാനിച്ച കാര്യം അള്ളാഹു നടത്തുക തന്നെ ചെയ്യും. ഒരു വേള അയാളെ മനസ്സ് ചാഞ്ചാടിയിട്ടുണ്ടാവും. എന്ത്? ഇത് മതിയല്ലോ ജീവിക്കാൻ. പക്ഷെ അതുപോലെ അയാൾക്ക് ജീവിക്കാൻ അയാൾക്ക് ഭാര്യ വേണം, അയാൾക്ക് വീട് വേണം, അയാൾക്ക് കുടുംബം വേണം, അയാൾക്ക് തൊഴിൽ വേണം. അതൊക്കെ കൊടുത്തിട്ടേ പിന്നെയും മാലല്ല അയാൾക്ക് കൊടുക്കുള്ളൂ. എന്താ എന്താ പാഠം? എന്താ പാഠം? ഒന്നും കൂടി ഒതായത്ത്. ഒരു അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അയാൾക്കുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കും. മഖ്റജ്, അയാൾക്കുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കും. അയാൾക്ക് അള്ളാഹു നൽകുകയും ചെയ്യും. മിൻ ഹൈസു ലാ യഹ്തസിബു, അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തൂടെ. ഒരിക്കലും അയാളത് വിചാരിച്ചിട്ടുണ്ടോ? അയാൾ മുക്കുവോ യുവാവാ. ഒരു മഹറിന്റെ പണം സ്വരുക്കൂട്ടിയിട്ട് മഹറും വാങ്ങി ആ ഒരു മുക്കുവത്തി പെണ്ണിനെ കിട്ടലായിരിക്കും അയാൾ ജീവിത സ്വപ്നം. പക്ഷേ ഒരു സുന്ദരി കുലുസായ, ഒരു സാധുവായ, സ്വാലിഹത്തായ ഉരിണയെ അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഇയാൾ ആരാണ്? മുത്തഖ. അതന്നെ ഉത്തരം മുനീറെ. ഒമൻ യത്തഖില്ല, അയാൾ ആരാണ്? മുത്തഖിയ. എന്താ പാഠം? ഒമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജൻ, അയാൾക്കുള്ള വഴി ആര് തുറന്നു കൊടുക്കും? അല്ലാഹു. വയർസുഖു, അയാൾക്ക് അല്ലാഹു നൽകുകയും ചെയ്യും. മിൻ ഹൈസു ലാ യഹ്തസിബു, അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ. ഒമൻ യതവക്കൽ അലല്ലാഹ്, 2-3 ആയത്താ. തൊലാഖിന്റെ 2-3, 2ന്റെ ഒരു കഷ്ണവും 3ന്റെ ഒരു കഷ്ണമാണ് ഈ ആയത്ത്. ഉമ്മൻ യതവക്കൽ അലല്ലാഹ്, ഒരു അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബു, അവന് അല്ലാഹു മതിയാകും. ഇന്നല്ലാഹ ബാലിഗു അംരി, അല്ലാഹു നിശ്ചയിച്ച കാര്യം നടത്തുകയും ചെയ്യും. ഏതൊന്നിനും ഒരു കണക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അയാൾ ഹജ്ജ് കഴിഞ്ഞ് വന്ന് മരിച്ചു. പക്ഷെ ഇനി അയാൾ ആഗ്രഹം നടന്നു. ഒരു വേള അയാൾ ഹജ്ജിനിടയിൽ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, ഈ യുവാവിനെ തിരിച്ചൊന്ന് കിട്ടിയാൽ നിങ്ങൾ എൻ്റെ മോളെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാൻ. 10,000 മിന്നി മറിയുന്നതിനിടയിൽ ആ യുവാവ് പിന്നെ അപ്രത്യക്ഷനായി. പിന്നെ അയാൾക്ക് ആ യുവാവിനെ കിട്ടിയതേ ഇല്ല. പക്ഷെ ആ ഹജ്ജിന്റെ വേളയിലും പിന്നീട് മരണം വരെയും ഇയാൾ ദുആ ചെയ്തു. എന്ത്? അയാളെ വഴിയിലും ഈ ആയത്ത് നമുക്ക് വായിക്കാമല്ലോ. അയാളായി വായിച്ചു നോക്ക്, ഇനി അവളായും വായിക്കാം. അയാളാവേക്ക് അയാൾ ഇങ്ങനെ ഒരു യുവാവിനെ തൻ്റെ നാട്ടിൽ പോലും കണ്ടിട്ടില്ല. വല്ലാത്തൊരു യുവാവ്, ഹദിയ കൊടുത്തതാണ്. അയാളെ കണ്ടാലറിയാം അയാൾ ഫക്കീറാണെന്ന്. അയാൾക്ക് വാങ്ങാൻ അർഹത 100 വട്ടുണ്ട്. പക്ഷെ അയാൾ തൊഴിൽ ചെയ്തത് അള്ളാഹുവിന് വേണ്ടി ആയതുകൊണ്ട് ഇത് വാങ്ങൽ കൈക്കൂലിയാണെന്ന് അയാൾ വിചാരിച്ചു. വാങ്ങിയില്ല. ഇയാൾക്ക് കൊടുക്കേണ്ടത് ആരാണ്? അള്ളാഹു. വാങ്ങിയില്ല. അപ്പോൾ അയാൾ ആ ദുആ
ആ ഹജ്ജിന് ശേഷവും അയാൾ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, റബ്ബേ ആ യുവാവിനെ ഒന്നുകൂടി കിട്ടിയെങ്കിൽ, അല്ലാഹ് ആ യുവാവിനെ എൻ്റെ മോൾക്ക് വരനായി കിട്ടിയെങ്കിൽ. അത് പൂർത്തിയാകാതെ അയാൾ മരിച്ചു. ആ കൈകൾ എൻ്റെ കൈകളിൽ എൻ്റെ കുഞ്ഞുമോളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അയാൾ കൊതിച്ചു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ, അതിനൊരു കണക്കാര് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പിന്നെ മുക്കവ പണിക്ക് പോയേ പറ്റൂ. ഹറമിൽ വെച്ച് ഇയാള് ചോദിച്ചു നിൽക്കുക, എന്റെ മാളെ കിട്ടുമോ? അതിന്റെ പേരിൽ തമ്മ തെറ്റും. അപ്പൊ കിട്ടും. പിന്നെ പറയുന്നത് ഒരു മാലിന്റെ പേരിൽ മുതലെടുത്തല്ലേ, അതൊന്നും ഈ ജാതി കീറാമുട്ടിന് കെട്ടാൻ ഞാൻ പണ്ടേ ഉദ്ദേശിച്ചില്ല എന്ന് പറയും. മാല കൊടുത്തിട്ട് നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചേരുമെന്ന് വെച്ചാൽ പിന്നെയും അതിന്റെ പേര് പ്രശ്നം ഉണ്ടാവും. എന്ത്, ഇതൊരു മാല കൊണ്ടുവന്നിട്ട് മകളെ തട്ടിയെടുത്തല്ലേ, അവിടെയും പ്രശ്നം. പിന്നെ അയാൾ എവിടേക്കന്നെ പോകണം? കടലിൽ പോകണം. പിന്നെ കാറ്റും കോലും ഉണ്ടാകണം. പിന്നെ വഞ്ചി മറിയണം. പിന്നെ അയാൾ ബോധരഹിതനാകണം. പിന്നെ അയാൾ പ്രജ്ഞയെത്തി ആരോരുമില്ലാതെ അടിയണം. അപ്പൊ അയാൾക്ക് കിട്ടിയതൊക്കെ ലാഭമാണ്. ഇതിനേക്കാൾ നല്ല ഇന്റെ നാട്ടിൽ കിട്ടൂല എന്ന് ഒരിക്കലും അയാൾ പറയില്ല. കാരണം നാടും പോയി വീടും പോയി ആകെ പോയി. പിന്നെ അയാൾക്ക് എന്തിന്റെ ലാഭമാണ്? നീ അവളെ ഭാഗത്തിന് ചോക്കാം, ആ യുവാവിനെ എന്റെ മകൾക്ക് ഭർത്താവായി കിട്ടിയെങ്കിൽ എന്ന് അയാളുടെ ദ്വാ പലവട്ടം ഈ മോള് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ യുവാവിന് വേണ്ടി അവളും സ്വപ്നം നെയ്തിട്ടുണ്ടാവും പഠിച്ചോനെ. അപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും, ഇനി അങ്ങനത്തെ ഒന്നിനെ എവിടുന്ന് കിട്ടാനാണ്, പോയില്ലേ. അത് അപ്പം തന്നെ പറയണ്ട ഉപ്പ അയാളോട്. പിന്നെ ഉപ്പ മരിക്കുന്നത് വരെ കിട്ടിയില്ല. ഇവ ഏതോ ഈ നാട്ടിൽ തന്നെ എന്നെ കിട്ടാന്നവള് വിചാരിച്ച്. പക്ഷേ ഒരാളെ വഞ്ചി അള്ള പൊളിച്ചു. എന്തിനു വേണ്ടി? ഇവിടെ കെട്ടാന്. പെണ്ണിട്ടണെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? പെണ്ണിട്ടണെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഔദുബില്ല. പെണ്ണിട്ടണെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? പെണ്ണ് കെട്ടണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഔദുബില്ലാഹി മിനശ് ശൈത്താൻ. പെണ്ണിട്ടണെങ്കിൽ എന്താ ആദ്യം വേണ്ടത്? ഒരു തൊഴില് വേണ്ടടാ അന്തം കിട്ടുവനെ. ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? നിസ്സാരായിക്കോട്ടെ, തൊഴില് വേണ്ടേ? എന്തോ ഒരു തൊഴിലിൽ എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ? അള്ളാഹു ഇയാൾക്ക് ആദ്യം കൊടുത്ത എന്താ തൊഴില്? നിങ്ങൾ ഖുർആൻ അറിയോ? വഞ്ചി പൊളിഞ്ഞ് കരക്കണിഞ്ഞപ്പോ നാട്ടുകാർ കണ്ണുറന്നു, ശുശ്രൂഷിച്ചു. ഒന്നും അറിയില്ല. ഖുർആൻ അറിയോ? ആ ഖുർആൻ അറിയും. എന്നാ പഠിപ്പിച്ചോളൂ, ശമ്പളം തരാം. അപ്പൊ അയാൾക്ക് ആദ്യം എന്ത് കിട്ടി? തൊഴിൽ കിട്ടി. തൊഴിൽ കിട്ടിയ ശമ്പളത്തിനോട് കൂടിയാണ് പിന്നെ മൂക്കെടുക്കുക. എന്ത് ഇനിയിപ്പോ തൊഴിലും കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഒരു പെണ്ണിനെ കിട്ടാതെ ഞാനിങ്ങനെ ശമ്പളം വാങ്ങിയിട്ട് എന്താ കാര്യം? അപ്പൊ ഇതിനെന്തായി? പെണ്ണായി. പഠിച്ചോനെ, ഈ മാല ആ യുവാവെ കിട്ടിയിരുന്നെങ്കിൽ ഈ ഇവളെയും മാലയും കൂടി അയാളെ ഏൽപ്പിക്കായിരുന്നല്ലോ എന്ന് ചോദിച്ചാ തന്ത മരിക്കണത്. അപ്പൊ കല്യാണം കല്യാണം കഴിഞ്ഞപ്പോഴും ഓളെന്താ വിചാരിക്കണത്? എന്റെ വാപ്പോദ്ദേശമൊന്നും നടന്നില്ല, എന്നാലും അൽഹംദുലില്ലാ നന്നായ മതിയേനു. മണിയറയിലേക്ക് ആദ്യം കയറി വരുമ്പോൾ നല്ലൊരു കനപ്പെട്ട സ്വർണ്ണമാലുണ്ട്, കാതിൽ വേറെ ഒന്നുമില്ല. ഇയാൾ ആദ്യം അയാളെ കണ്ണുടക്കിയത് അതുമ്മലാണ്. കിട്ടി ഇത് ഇപ്പൊ പറയണം. അതെന്താണ്? എൻ്റെ ഉപ്പ എന്നാണ് നിനക്കിത്? ഞാനിപ്പ അജ്ജനെപ്പറ്റി വീണുവരുന്നു. പിന്നെ ഒരു യുവാവിന് കിട്ടി. പിന്നെ എൻ്റെ ഉപ്പ എന്നു. അയാൾ പിന്നെ ഞങ്ങളെ എത്രയോ അന്വേഷിച്ച് അയാളെ കിട്ടിയതുമില്ല. എന്നെ അയാളെ ഏൽപ്പിക്കണ്ടായിരുന്നു പകണ്ടായിരുന്നത്. നീ കാണാത്ത നിന്റെ ഉപ്പ മത്താഫിൽ വന്ന് വിളിച്ചു പറഞ്ഞ് തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയ യുവാവ് അത് ഞാനാണ് മോളെ, ഞാനാണ്. സുബ്ഹാന ജല്ല വഅല. യാ അല്ലാഹ്, എന്താ ഇന്ന് പഠിക്കാനുള്ളത്? നിങ്ങൾ ആരെ സൂക്ഷിച്ചാൽ മതി? നമ്മളൊക്കെ അവിടെ പ്രശ്നം ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹ്. അത് ഹജർ അസ്വദിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്കറിയാം ഹജർ അസ്വദെ നിനക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ പല കല്ലും ആരാധിച്ച് നടന്നവരാണ്.
ഹബീബി അൽ മുസ്തഫ ഖബ്ബൽതുക മാ ഖബ്ബൽതുക, എൻ്റെ റസൂലുള്ള നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കൂല. ഹജറുൽ അസ്വദേ, സ്വർഗത്തിലെ ഫിർദൗസ് വന്നാലും എനിക്ക് തന്നെ ആവശ്യമില്ല. നിന്നെ കൊണ്ടൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല, നിന്നെ കൊണ്ടൊരു ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. ഈ ജാതി കുറേ കല്യാണങ്ങൾ കയ്യിലുണ്ടായിരുന്നു. അള്ളാൻ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഖബ്ബലക്, നിന്നെ ചുംബിക്കുന്ന ഞാൻ കണ്ടു. മാ ഖബ്ബൽതുക, നിന്നെ ഒരിക്കലും ഞാൻ ചുംബിക്കൂല. ഹജറുൽ അസ്വദേ, എനിക്ക് നിന്നെ ആവശ്യമില്ല. എന്താര് ജൽ ഇതാണട പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഹജറുൽ അസ്വദ് ഉപകാരം ചെയ്യില്ല. അതാണട മൊയ്തീൻ ശേഖ് ഞാൻ പറഞ്ഞത്. നിനക്ക് മൊയ്തീൻ ശേഖ് ഉണ്ട്, റിഫാ ശേഖ് ഉണ്ട്, ലോകത്തെ എല്ലാ ശേഖും ഉണ്ട്. നിനക്ക് അത് റസൂലുള്ള ആവശ്യമുള്ളൂ. ആ ആളെ തന്നെ നീ റസൂലുള്ള നിലക്കല്ലേ നിന്റെ ബന്ധം. നിന്റെ റബ്ബിന്റെ റസൂലാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, എത്രയല്ലേ നിന്റെ റബ്ബിന്റെ റസൂലാണത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ നീ ആരെ ആളായാ മതി. ബസ് ബാക്കി വർത്താനല്ല. അത്രയും കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യത്തിലില്ല. ഞാൻ പറഞ്ഞില്ല, അത് KCB ഫൈസ അടക്കല്ല അതിൻ്റെ ഫിറ്റായ ഉദാഹരണം. KCB തന്നെ മുത്താൻ വരൂല. ഈ KCB അങ്ങോട്ട് മുത്താൻ പോണ്ട. നിന്റെ അടുത്ത് വരുന്ന ലൈൻമാനാ. എന്നാൽ ലൈൻമാനെ മുത്തേണ്ട ആവശ്യമല്ല. എന്ത് ചെയ്താൽ മതി? പറ ചങ്ങായി, അവിടെ കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്താൽ അവർ വന്നിരിക്കും. വന്നിട്ടില്ലെങ്കിൽ വന്നോനെ പിരിച്ചു കൊടുക്കും. എന്ത് നമുക്കുണ്ട് അല്ലാഹു ഔലിയാ ഉല്ലാഹ്, ഔലിയാ ഷൈത്താനല്ല. പിന്നെ അതായ അള്ളാൻ്റെ ഔലിയാക്കളാണ്. അപ്പം ബഹുമാനിക്കണം. കാരണം അവരെ ബാക്കിൽ വാക്കുണ്ട്. ആര്? അല്ലാഹ്. ആ ഓക്കെ, എനിക്ക് പേടിയാ. എനിക്ക് അമ്പലത്തെ തങ്ങളോ പന പേടിയാ. കാരണം വലിയ പിന്നെ ഔലിയ ഇല്ല, അപ്പോൾ പേടിയാണ്. എനിക്ക് CM-നെ പേടിയാണ്. ഈ CM-നല്ലേ പേടിക്കണത്. മടവൂർ അങ്ങനെ എത്ര ആളുണ്ടായി. ഈ പേടിക്കുന്നത് ആരെയാണ്? അള്ളാൻ്റെ വലിയനെയാണ്. അപ്പം എനിക്ക് പേടിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റിച്ച നിനക്കുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക് അവിടെ ചിന്തിക്ക്, തല കൊടുക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്കില്ല. അവിടെ നിന്ന് ഈ പ്രശ്നമാക്കട്ടെ. ഈ അള്ളാനെ സൂക്ഷിച്ചാൽ മതി. അവരൊക്കെ ലൈൻമാൻമാരാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ലൈൻമാൻമാരാ. അതിന് മുമ്പ് ഇയ്യാക നഅ്ബുദുണ്ട്. പിന്നെ ലൈൻമാൻമാരെ വിട്ടതാ. എന്ത് അഊദു ബില്ലാഹ്. ഈ അന്തുകളോടാണിത് പറഞ്ഞതെന്നുള്ളൊരു കുഴപ്പം എനിക്കുണ്ട്. മനസ്സിലായില്ല? സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നുള്ള ആരുടെ എങ്ങായി? അത് ലൈൻമാൻമാരെ എങ്ങായി? ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്കേ ആരാധിക്കണുള്ളൂ. അല്ലാതെ അല്ലദീന അൻഅംത അലൈഹിം എന്ന കൂട്ടർക്ക് ഞങ്ങൾ ആരാധിക്കൂല. ഞങ്ങളുടെ ലൈൻമാൻമാരല്ലേ, ഞങ്ങളെ കണക്ഷൻ ശരിയാക്കി തരും. ആര്? അല്ലദീന അഊദു ബില്ലാഹ്. ആര്? അല്ലദീന അൻഅംത അലൈഹിം. നീ നിയമത്ത് ചെയ്ത ആളുകൾ കോളേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാക്കി. അതാണ് നിയമത്ത്. നീ ആർക്ക് ആരാധിച്ചാൽ മതി? KCB. ഇയ്യാക നഅ്ബുദു. ഈ അയലിനെ അന്നംതാലിനെ പിടിച്ച് നാട്ടണ്ട. നാട്ടിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ അവിടെ ആരാച്ച അവിടെ ക്ലിയർ ആവും. ഈ അവിടെ അള്ളാഹിനോട്ടുള്ള ബന്ധേശം ഒഴിവാക്കി. എനിക്ക് മൊയ്തീൻ ഷേഖ് എനിക്ക് നിങ്ങളെ മതിയാവും. മൊയ്തീൻ ഷേഖ് വരെ അവിടെ തന്നെ ചവിട്ടും. ഓക്കെ, മനസ്സിലായ? ചിന്തിക്ക്. എനിക്ക് ഒരു ഷാഫി ഇമാം അല്ലെങ്കിൽ ഒരു ഹനഫി ഇമാമും അല്ലെങ്കിൽ വേറെ ഇമാമും. ഇനി അതൊന്നും ഇല്ലാത്ത വേറൊരു ഇമാം. ഇനി ആരും ഇമാമല്ലാത്ത ഇനി ഒരു അഞ്ചാമത്തെ ഇമാമ വരും, മഹ്ദി ഇമാമും. ഇനി നാലും അല്ലാത്ത ഒരാൾ പറഞ്ഞാൽ അത് സ്വീകരിക്കും. എന്ത് അന്നത്തെ ഫിഖ് അതാണെങ്കിൽ അതും സ്വീകരിക്കും. തിരിഞ്ഞില്ല. ഇനി മഹ്ദി എന്നൊരു ഒരു മസ്അലന്റെ ഒരു ഇവിടെ ഒപ്പ് വരാണ്ട്. അപ്പൊ ഈ 4 മതവും പറയാത്ത മഹ്ദി പറഞ്ഞാൽ ഇഷാദ് കൊടുക്കും. കാരണം അതും ലൈൻമാനാണ്. അല്ലദീന അൻഅംത അലൈഹിം എന്ന ലൈൻമാൻമാരിൽപ്പെട്ട ആളാണ് മഹ്ദിയും. അത്രേ ലൈൻമാൻമാരായാൽ ആരാണ്? ഇന്ന് ബഷീർ, നാളെ അബ്ദുറു, മറ്റന്നാ അശോകൻ, പിറ്റേന്ന് യശോദ. എനിക്കെന്താ? ഒക്കെ എവിടുന്ന് വിട്ടതാണ്? ഒക്കെ എവിടുന്ന് വിട്ടതാണ്? KCB ഓഫീസിന് ആയിക്കോട്ടെ. എനിക്കെന്താണ്? ജീവനെ പിടിച്ച് മാറ്റണം. എന്തിനാ? അതേ സമയത്ത് ഓരോ ബഹുമാനിക്കണം. എന്തുകൊണ്ട്? അത് KCB ഉദ്യോഗസ്ഥനാണ്. അയാളെ ബഹുമാനിക്കണം. കൃത്യം നിർവഹിക്കാൻ തടസ്സപ്പെടുത്തിയ കാരണത്താൽ എനിക്ക് സമൻസ് വരും. മനസ്സിലായില്ല?
സർക്കാർ ഓഫീസിൽ നിന്ന് പറഞ്ഞേച്ച കൃത്യം നിർവഹിക്കാൻ തടസ്സപ്പെടുത്തി എന്ന കാരണത്താൽ എനിക്ക് 363 വകുപ്പ് അനുസരിച്ച് എന്നെ അറസ്റ്റ് ചെയ്യും. ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തി സർക്കാരിനെതിരായി രാജ്യദ്രോഹ കുറ്റം. അയാളെ നാറ്റും വേണ്ട, പിടിക്കും വേണ്ട, അയാളെ കൈ വെട്ടും വേണ്ട. ഈ ഓഫീസായിട്ടുള്ള ബന്ധം ശരിയാക്കിയാൽ ലൈൻമാൻ വന്നു പോയിക്കൊണ്ടേക്കും. അത് അശോകനാണെങ്കിൽ നാളെ യശോദ, മറ്റത് അൻവർ, മറ്റത് ഇബ്രാഹിം, മറ്റത് അബ്ദുള്ള. എനിക്ക് അബ്ദുള്ള തന്നെ അത് കൊളുത്തി തരണമെന്നില്ല. നിനക്ക് ആരെങ്കിലും ഒരാൾ കൊളുത്തി അല്ലദീന അൻഅംത അലൈഹിം, അവർക്ക് ലൈൻമാൻമാരാ. അതിന് ഇവിടെ ഓഫീസിൽ ഫീസ് അടച്ചിട്ടുണ്ട്. എന്ത് അല്ല എന്താണ് എന്താണ് ഓഫീസിൽ ഈ ലൈൻമാൻമാർ വരാൻ ഇവിടെ ഫീസ് അടച്ചിട്ടുണ്ട്. എന്താണ് ഫീസ്? അതാണ് ഫീസ്. ഫീസ്മലാണ് സിറാത്തല്ലദീന ലൈൻമാൻമാർ വന്നത്. ഇയ്യാക്കനാബുദ് വിട്ടാ കഴിഞ്ഞു ചെയ്തു. അപ്പൊ ഈ എന്റെ ക്ലിയർ ആക്കണ്ടുള്ളൂ. പറ കഴിഞ്ഞു വിഷയം കഴിഞ്ഞു. എന്റെ ശരിയാക്കണ്ടുള്ളൂ. പറയുടെ ഉറക്ക പറയണ ആരട എന്തിനാണ് കടപ്പുറത്ത് കിടക്കുമ്പോ കാക്കുമ്പുറത്ത് കിടക്കണത്? ഓർക്ക പറയടോ. കടപ്പുറത്ത് കിടക്കണോ? എന്താടാ വേറെ ഒരുത്തന്നെ കാലിന്റെ താഴെ പോയി കിടക്കണ കടപ്പുറത്തല്ലേ? അപ്പുറത്താണെന്നവിടെ ലോകാവസാനം വരെ അവസാനിക്കാത്ത സ്ഥലമാണ് ഇത് കടപ്പുറം. കടപ്പുറത്ത് കിടക്കുമ്പോ എന്തിനാണ് കാക്കുമ്പുറത്ത് കിടക്കണത്? പറയടാ, പറയും. എവിടെ ശരിയാക്കിയാ മതി? ഇയാൾക്കെന്ന് ശരിയാക്കാതെ കാൽമ പിടിച്ച കാര്യമല്ല. ഇനി മൊയ്തീൻ ശേഖനെ കാസിമി വിമർശിച്ചു എന്ന് പറയണ്ട, പറഞ്ഞോളി. കാരണം നിങ്ങൾക്ക് ഒരു ഏർപ്പാടാണല്ലോ. എന്ത് ഷേഖ്, എന്ത് മശിയൂഖ്, ആരുടെ പോലൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് എങ്കിൽ അൽഹംദുലില്ലാഹ്. നമ്മക്കവിടെ അതിന്റെ അപ്പുറത്ത് ബാലുണ്ട്. എന്ത് ഇവര് അള്ളാന്റെ ബാലാണ്. ഇവര് ആരാണ്? അംബിയാഉല്ലാഹ്, റസൂലുള്ളാഹ്, ഔലിയാഉല്ലാഹ്. അപ്പൊ ഇവരൊക്കെ ബാലുമാണ്, ഇവരൊക്കെ കെട്ടിയതാണ്. മനസ്സിലായില്ലേ? ആരമ്മൻ അല്ലാഹ്, അതേ റബ്ബാണ്. അതെ, ഇപ്പൊ നമ്മൾ ഉത്തരം കിട്ടി. ഇവരൊക്കെ ആരാ? അതിന്റെ റബ്ബിന്റെ വലിയ മൊയ്തീൻ ശേഖരനെ കുറ്റം പറയുമ്പോ ചൂടാണ്. എന്തിനാ ചൂടാവടോ? എന്തുകൊണ്ട്? അതിന്റെ റബ്ബിന്റെ മേലെ കെട്ടിയ ഒരാളാണ്. അപ്പൊ എനിക്ക് വിടവും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ശേഖരനെ കുറ്റം അണ്ണിലെ പള്ളി നടക്കും. എന്ത്? അതിന്റെ റബ്ബിന്റെ വലിയാണോ? റസൂലിനെ ആക്ഷേപിച്ച അതിന്റെ റബ്ബിന്റെ റസൂലാണോ? നിനക്കെല്ലാണ്, നിനക്കൊന്നുമല്ല. തിരിഞ്ഞില്ല. നിനക്കെല്ലാമാണ് വരി. എന്നാ നിനക്ക് വരി ഒന്നുമല്ല, നിനക്ക് വരി എല്ലാം. കാരണം ഇതിന്റെ ഇടയിൽ ആരുണ്ടെങ്കിൽ മാത്രം അല്ലാഹ് ബസ്. ഇത്രേ ഉള്ളൂ. അവസാനിപ്പിക്കാണ്. അപ്പം ബേജാറാകണ്ട. അങ്ങനെ നിങ്ങളൊന്ന് കാണണ്ടോ? ഇതിൻ്റെ ഉസ്താദ് തലശ്ശേരി, കണ്ണൂർ, അവിടുന്ന് ഇവിടുന്ന് പാലക്കാട് നിന്നൊക്കെ വിളിച്ചോലാൽ വന്നത് എല്ലാം കൂടി ബഹളേക്കം വന്നതല്ല. ഈ വന്നൊരു മുഴുവനും കൂടി ബഹളേക്കം വന്നതല്ല. കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന്, പാലക്കാട് നിന്ന് ഉസ്താദ് നാളെ നിങ്ങളെ കണ്ടിരുന്നു. എന്തേ? ഒരു സുഖമല്ല. എന്തേ? ഞാൻ നമ്മുടെ സുഖമല്ലാതെ ഇത് പറയല്ല. എന്ത് സുഖമല്ല? വീഡിയോ കച്ചവടമില്ല. നമ്മളെ വീഡിയോ കച്ചവടമില്ലാതെ പൂട്ടിയതാണ്. ആയിക്കോട്ടെ. അപ്പൊ വരി വെള്ളിയാഴ്ച രാവിലെ വരി. വെള്ളിയാഴ്ച നിങ്ങൾ വിചാരിച്ചു ഇവിടെ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു കുന്തമില്ല. ഇവിടെ ഇത് തലയെ കയറ്റി തരില്ല ഉദ്ദേശം. എന്താണ് തലയെ കയറിയ ചെന്നോ? അല്ല, ഇവിടെ ഒരു അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ ഇവിടെ ഇല്ല. ഇവിടെ ഇതേ ഉള്ളൂ. ഈ പടച്ചോനെ ഏൽപ്പിച്ചു. എന്നാ നന്നാക്കി തരേണ്ടത് ആരാണ്? അല്ലാഹുവാണ്. ബസ് അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകും വേണ്ട, അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട. ഉസ്താദാണെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നുണ്ടോ ഇല്ലേ അത് നോക്കണ്ടുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത നിനക്കില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യണില്ലേ, നിർത്തിക്കള. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. അള്ളാഹുവാണ് അങ്ങനെയാണ്. ഓള് എനിക്ക് ഉപകാരം ചെയ്തു, എൻ്റെ ഭാര്യ. ഞാൻ തിരിച്ചൊന്നോക്ക് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ഭാര്യ എന്ന മക്കാമിൽ നിന്ന് അവൾക്ക് ബാധ്യതയാണ്. കാരണം അവൾ വഴിപ്പെടുന്നത് എനിക്കല്ല, അള്ളാഹുവിനാണ്. ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തു, അവൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. അത് ഞാൻ ചെയ്തു കൊടുത്തത് എൻ്റെ റബ്ബിനാണ്. നീ ഓൾ തിരിച്ചൊന്നുമില്ലെങ്കിലും ഇതൊന്നുമില്ല.
ഇവിടെയൊക്കെ ഒരാളുണ്ട്, അല്ലാഹു. അതാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ എല്ലാത്തിലും ആര്യാണ്. അതുകൊണ്ടാണ് മുസ്തഫ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചപ്പോൾ ബാപ്പാൻ്റെ തലെടുത്തു. ആപ്പെട്ട പ്രശ്നം. കുല്ലിൻകാന ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹു റസൂല. അല്ലാഹുവിൻ്റെ റസൂലിനെ ശത്രുക്കളെ സ്നേഹിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയില്ല. എപ്പോഴാണ് ആയത്തിറങ്ങിയത്? അബൂ ഉബൈദ തലവെട്ടി. ആരുടെ? ബാപ്പാൻ്റെ. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. ഫസറഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജഹു. നബി മുഖം കണ്ട് തിരിച്ചു. ബാപ്പാൻ്റെ തലവെട്ടി വരുന്നവന്. അപ്പോൾ ജിബ്രീൽ ഇറങ്ങി കൊടുത്ത ആയത്താ ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ്. അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളെ സ്നേഹിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയൂല. വയങ്കാനോ അവരെ ബാപ്പമാരാണെങ്കിലും. ഏതൈനി ബാപ്പ? വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ബാപ്പാക്കും ഉമ്മക്കും ഗുണം ചെയ്യാൻ ഖുർആൻ കൽപ്പിച്ചതാ. അതേ ബാപ്പാൻ്റെ തലയാണ് ഇവിടെ വെട്ടിയത്. കാരണം ഇവിടെ ബാപ്പയാണ് അതിൻ്റെ നടുവിലുള്ളത്. ഇവിടെ ബാപ്പ എതിരാൾ ആണ് ആർക്ക്? അള്ളാൻ്റെ റസൂലിന്. അപ്പം പ്രശ്നമാണ്. മനസ്സിലാവുള്ളൂ. ചിന്തിക്ക്. വനവലിയാക്കന്മാരെ ബാപ്പ ആക്ഷേപിക്കുകയാണെങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ട് കണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ കൊണ്ടൊക്കെ ഞാൻ ചെയ്തുതരാം. പക്ഷെ പരി പറക്കാൻ പറ്റൂല. നിങ്ങൾ അവലിയാക്കന്മാരെ ആശയം അപ്പം അള്ളാനെ അതാ പറഞ്ഞു എനിക്ക് പേടിയാണ്. നിങ്ങൾ ശിർക്കിനെ അണ്ടാദിച്ചുകൊണ്ട് വല്ല സേവിച്ചുകൊണ്ട് ഇവിടെ കുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചേക്കുട്ടി പാപ്പാനെ അണ്ടാദിച്ചുകൊണ്ടാണ് രാവിലെ രാത്രിയും ബാബയും എങ്കിൽ പിന്നെ അതിൻ്റെ വർത്താനമില്ല. ഭർത്താവ് ചേക്കുട്ടി പാപ്പാനെ ആരാധിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞൊരു കുടുംബം കഴിഞ്ഞൊരു വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നല്ല നിലക്ക് പറഞ്ഞു നോക്കുക, ഇല്ലെങ്കിൽ കട്ട് ചെയ്യുക. കാരണം എന്തുകൊണ്ട്? ചേക്കുട്ടി പാപ്പാനെ ആരാധിക്കുക എന്നുള്ളത് എന്താണ്? ഉറക്കെ പറഞ്ഞാൽ എന്താണ് പേടിക്കുന്നത്? ഷിർക്ക്, പക്ക ഷിർക്ക്. അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല, മുമ്പ് വിൽക്കാൻ പറ്റൂല. നിസ്കരിക്കാൻ വേണ്ടി കൈയിട്ടാണെങ്കിൽ കൈ വലിച്ചിടും. ഖുർആൻ ഓതാന്ന് മുസാഫ് വലിച്ചെറിയും. കാരണം ഇയാൾ ആരാധിക്കണം ആർക്കാണ്? ശൈത്താന്. അങ്ങനെ ഒരു കുടുംബം ഇവിടെ വന്നിരുന്നു ഒരു കൊല്ലം മുമ്പ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നന്നാക്കുക, നന്നാവൂലേ കട്ട് ചെയ്യുക. എവിടെ പാർക്കുക? റോട്ടുമ്പോൾ പാർത്തോ? ഇന്നല്ല ഭൂമി അള്ളാൻ്റെ ആണ്. എവിടെ നിങ്ങൾ പാർക്കുക ഉസ്താദേ? ആ വീടിൽ നിന്ന് ഇറങ്ങിപ്പോ വേണ്ടി വരും. പിന്നെ എവിടെ പാർക്കുക? എവിടെ പാർക്കുക? ഭൂമിയിൽ പാർക്കും. റോട്ടുമ്പോൾ പാർത്തണം. എന്നാലും ഒരു സെക്കൻഡ് അവിടെ പാർക്കാൻ പറ്റൂല. കാരണം ഇയാൾ ആരാധിക്കുന്ന ആർക്കാണ്? ശൈത്താൻ ആരാധിക്കുന്നവന്റെ പേര് പാർക്ക്. ആരായാലെന്താ? കാരണം നമ്മളെ ബന്ധപ്പെടാൻ ആരോടാണ്? കെട്ടുന്നതിന്റെ മുമ്പ് അതമുള്ള മൂല്യന്മാരാണെങ്കിൽ ആദ്യം കരാർ പറഞ്ഞു കൊടുക്കും. സവ്വജുത്തുക്കാന്റെ മുമ്പ് സവ്വജുത്തുക്കാന്റെ മുമ്പ് മൂല്യന്മാർ പറഞ്ഞു കൊടുക്കും. ഞാൻ എവിടെയും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനത് പറഞ്ഞു കൊടുക്കാതെ ഒരു നിക്കായില്ല. ഉസവ്വിജുക അലാമാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജുതുക വഅൻകഹതുക ബിൻതി സക്കീന. പിന്നെ പറഞ്ഞു കൊടുക്കും ഉസവ്വിജുക, ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം. അലാമാ അമറല്ലാഹു ബിഹി, എന്നോട് റബ്ബ് കൽപ്പിച്ചതനുസരിച്ച്. ഒരു യുവാവിനെ കിട്ടി എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ എൻ്റെ റബ്ബിനോട് കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അലാമാ അമറല്ലാഹു ബിഹി മീൻസ് എന്താ അല്ലാഹു കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ, നല്ല നിലക്കോളെ കൈവശം വെക്കുക. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലെങ്കിൽ നല്ല നിലക്ക് കഴിച്ചുവിടുക. തൊലാക്കും പറ്റും, കുഴപ്പമില്ല. എനിക്ക് പറ്റൂലേ, വിട്ടാളാം. തല്ലരുത്, ബദലാക്കരുത്. ഒന്നിരിക്കലും നല്ലവർക്ക് കൈവശം വെക്കുക, അല്ലെങ്കിൽ നല്ലവർക്ക് പറഞ്ഞുവിടുക. രണ്ടും പറ്റും. പറഞ്ഞുവിടാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ. ഓളോ ഉപദ്രവിക്കരുത്. ഓളെ ഉപദ്രവിക്കാൻ പറ്റൂല. നിന്റെ അടിമയല്ല, ഓൾ ആരടിമയാണ്? അള്ളാന്റെ അടിമയാണ്. ഓൾക്ക് പിന്നെ എവിടുന്ന പുതിയാപ്പള ഇജ്ജ നോക്കണ്ട. അപ്പൊ വേറെ അള്ള കൊടുത്തോളൂ. ഇയ്യ നോക്കേണ്ട ആവശ്യമില്ല, ഇടപെടേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ടേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെയാണ് പറയേണ്ടത്. കാരണം റബ്ബ് നിശ്ചയിച്ചതനുസരിച്ച്, റബ്ബ് വിധിച്ചതനുസരിച്ച് ഞാൻ കെട്ടിച്ചേരാം. എന്താ? ഇംസാഖു ബിമഅറൂഫ്, അല്ലെങ്കിൽ തസ്രീഹുൻ ബിഇഹ്സാൻ. നിനക്ക് നല്ല കൈവശം വെക്കുക, അല്ലെങ്കിൽ എനിക്ക് നല്ല എനിക്ക് പറഞ്ഞു വിടുക. രണ്ടിൻ്റെ അടി പറ്റൂല. കാരണം അവളെ റബ്ബ് നീയല്ല, അതാരാ? ബസ്.
ما في قلبي غير الله حق لا إله إلا الله 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 إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فابلي توبة فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم اسمي ربي جل الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا رحمة للعالمين خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله إلى حضرة المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الضالين آمين